എല്ലാ കാര്യങ്ങളും അന്ന് വ്യക്തമാക്കിയത്. അതിൻ്റെ നടപടിക്രമങ്ങളാണ് തുടരുന്നത്. പക്ഷേ ഇത്തരം പ്രശ്നങ്ങളെ ഒരിക്കലും രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് നിലപാട് സ്വീകരിക്കുന്നത് ആർക്കും ഭൂഷണം. വസ്തുതാപരമായി വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ വിലയിരുത്തി സത്യസന്ധമായി ഏത് നടപടികൾ സ്വീകരിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും എല്ലാ കാര്യങ്ങളും പുറത്തു വരും. ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണെന്ന് കരുതുന്നു. ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് ഗവൺമെൻറ് പല കാര്യങ്ങളിലും എടുത്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് പൊതിച്ചോറ് എത്രമാത്രം തെറ്റായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. പിന്നെ അവിടെ നിന്ന് ഉരുണ്ട് കളിക്കുക, പൊതിച്ചോറ് വിടില്ല, കൊടുക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെയല്ലേ പ്രഖ്യാപിച്ചത്. ഇവിടെ ഇപ്പോൾ 10,000 കോടിയുമായി വന്നിരിക്കുന്നു ടാറ്റ കപ്പൽ. ഇപ്പോൾ കപ്പലും ഇല്ല, ടാറ്റയും ഇല്ല. ഇതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ നിലപാട്. കാര്യങ്ങൾ ശരിയായ നിലയിൽ പഠിച്ച് വിലയിരുത്തിയിട്ടല്ല അഭിപ്രായം. രാഷ്ട്രീയമായ നിരീക്ഷണം നടത്തി രാഷ്ട്രീയമായ നിലപാട്. ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥലമാറ്റം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് പത്രങ്ങൾ വന്നിട്ടുണ്ട്. അത് ഓൺലൈനിൽ വളരെ വളരെ അർഹതപ്പെട്ടവർക്ക് ന്യായമായും അവരുടെ സർവീസ് മാറ്റർ നോക്കി അവരുടെ സർവീസ് കാര്യങ്ങൾ പരിഗണിക്കുന്നതാണ് ഇവിടെ സ്ഥലമാറ്റ ട്രാൻസ്ഫർ കൊടുത്തിരുന്നത്. ഇപ്പോഴാകെ അട്ടിമറിക്കാൻ വേണ്ടി മന്ത്രിയുടെ ലെറ്റർ പേഡിൽ എഴുതി കൊടുക്കുകയാണ്. എന്താ നടക്കുന്നത് ഇവിടെ? എത്ര തെറ്റായുള്ള നിലപാടാണ് നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിലപാടുകൾ ഗവൺമെൻറ് ഉപേക്ഷിക്കണം. വസ്തുതാപരമായി വസ്തുനിഷ്ഠമായി സത്യസന്ധമായി എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് പോകണം. അതാണ് ഞങ്ങളുടെ അഭിപ്രായം.